കോർപ്പറേഷനിൽ വി രാജേഷ് ബി.ജെ.പി. മേയറാകും. മുൻ DGP ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിൽ എതിർപ്പുമായി ഒരു ഭാഗം നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അവസാന നിമിഷം വി രാജേഷിൽ തീരുമാനം എത്തി നിൽക്കുന്നത്. വിഷയത്തിൽ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. സംഘടനാ ജനറൽ സെക്രട്ടറി എസ് സുരേഷും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ശ്രീലേഖയെ വീട്ടിലെത്തി അടിയന്തരമായി സന്ദർശിച്ചു. തലസ്ഥാനത്ത് മുൻ DGP ആർ ശ്രീലേഖ മേയറാകുമെന്നായിരുന്നു ഇന്ന് രാവിലെ വരെ സൂചനകൾ പുറത്തുവന്നത്. BJPയിലെ അവസാനവട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കം. ശ്രീലേഖയുടെ പേര് ഇന്ന് പ്രഖ്യാപനമെന്നായിരുന്നു സൂചനകൾ. ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് കോർപ്പറേഷൻ ഫലം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ മേയറാകുമ്പോൾ ഒന്നുകൂടി ചർച്ചയാകുമെന്നും പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്യുമെന്നുമായിരുന്നു വിലയിരുത്തൽ. അവസാന നിമിഷം ഒരു വിഭാഗം നേതാക്കൾ എതിർ അഭിപ്രായം പ്രകടിപ്പിച്ചതോടെ രാജേഷിനായി മുൻതൂക്കം. സിമി ജ്യോതിഷ്, GS മഞ്ജു, ആശനാഥ് എന്നീ പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പരിഗണിക്കുന്നത്. നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി BJP ക്യാമ്പുകളിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി സജീവമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു. BJP ആദ്യമായി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് വി രാജേഷ് മേയറാകാനാണ് കൂടുതൽ സാധ്യത. ആദ്യം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് കേട്ട പേരാണ് വി രാജേഷിന്റെ. അതിനാൽ തന്നെ കൂടുതൽ സാധ്യത വി രാജേഷിന് തന്നെയാണ്. ചരിത്ര വിജയം നേടിയാണ് BJP തിരുവനന്തപുരം ഭരിക്കാൻ ഒരുങ്ങുന്നത്. അഭ്യൂഹങ്ങളോ അട്ടിമറികളോ സംഭവിച്ചില്ലെങ്കിൽ BJP സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് തന്നെ തലസ്ഥാനത്തിന്റെ മേയറാകും. കൗൺസിൽ നടപടിക്രമങ്ങളിൽ പരിചയമുള്ളയാളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. മേയർ തെരഞ്ഞെടുപ്പിൽ LDFും UDFും മത്സരിക്കുമെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പാണ്.